ഇപ്പോൾ തിയോഫിൻ കൂടി ചേരുകയാണ്. തിയോഫിൻ, കൊച്ചി അടക്കം മധ്യമേഖല എങ്ങനെയുണ്ട്? ഈ പണിമുടക്ക് ഏതൊക്കെ തരത്തിലാണ് അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പൂർണ്ണമായും നിശ്ചലമാകുന്ന വിധത്തിലേക്ക് മധ്യ കേരളം മാറിയോ? വിവിധ ജില്ലകൾ ശരത്, സംയുക്ത തൊഴിലാളി യൂണിയനും കർഷക സംഘടന നടത്തുന്ന ഈ സമരം ഇപ്പോൾ 13 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. മധ്യ കേരളത്തിൽ ഈ പ്രതിഷേധ സമരം ഏറെക്കുറെ പൂർണ്ണമാണ്. വാഹനങ്ങൾ സർവീസ് നടത്തുന്നില്ല, ബസ്സുകളൊന്നും സർവീസ് നടത്തുന്നില്ല, സ്വകാര്യ ബസ്സുകളോ KSRTCയോ സർവീസ് നടത്തുന്നില്ല. KSRTC ചില ബസ്സുകൾ രാവിലെ സർവീസ് നടത്താൻ തയ്യാറായിരുന്നെങ്കിൽ കൂടി യാത്രക്കാരില്ലാതിനെ തുടർന്ന് പലയിടത്തും സർവീസ് നടന്നിരുന്നില്ല. മിക്ക ജില്ലകളിലും, അതായത് കൊച്ചി, എറണാകുളത്തും കോട്ടയത്തും തൃശ്ശൂരിലുമൊക്കെ ഏറെക്കുറെ ഇത് തന്നെയായിരുന്നു സ്ഥിതി. പലയിടത്തും വാഹനങ്ങളില്ല. ഇത് യാത്രക്കാരില്ലാത്തത് കൊണ്ടാണ്. സമരം മുൻകൂട്ടി അറിഞ്ഞിരുന്നു, നേരത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെ പല യാത്രക്കാർ ഈ സമരത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തന്നെ അത്യാവശ്യക്കാരല്ലാത്ത യാത്രകൾ യാത്ര ഒഴിവാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ബസ് സ്റ്റാൻഡുകളിലും, നമ്മളിപ്പോൾ നിൽക്കുന്ന വൈറ്റ്ല ബസ് സ്റ്റാൻഡിലാണ്, ഇവിടെയും അധികം ആളുകളൊന്നുമില്ല. KSRTC ബസ് ഇടയ്ക്ക് 1-2 ബസ്സുകൾ രാവിലെ വന്നിരുന്നു എന്നതുകൊണ്ട് രാവിലെ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ തീർത്തും വിജനമാണ്. സ്വകാര്യ ബസ്സുകളെല്ലാം ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇന്നലെ ബസ് സമരമായിരുന്നതുകൊണ്ട് അതും ബസ്സുകളൊന്നും ഓടിയിട്ടില്ല. മധ്യ കേരളത്തിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലെ അവസ്ഥ ഇതുതന്നെയാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിലെല്ലാം സമരം പൂർണ്ണമാണ്. പണിമുടക്ക് ഏറെക്കുറെ പൂർണ്ണം തന്നെ. അതോടൊപ്പം തന്നെ മറ്റ് ചരക്ക് വാഹനങ്ങൾ, ലോറികളൊന്നും ഓടുന്നില്ല. ടാക്സി, ഓട്ടോറിക്ഷകളും സർവീസ് നടത്തുന്നില്ല. അത്യാവശ്യങ്ങൾക്കായി ആശുപത്രി, വിമാനത്താവളം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സ്വകാര്യ യാത്രക്കാർ മാത്രമാണ്, അങ്ങനെയുള്ള ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഓടുന്നത്. വളരെ അത്യാവശ്യങ്ങൾ പോകുന്ന ഇരുചക്ര വാഹനക്കാരുമുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ ഏറെക്കുറെ നിശ്ചലമാണ്. വ്യവസായ കേന്ദ്രമായ കൊച്ചിയിലും വ്യവസായശാലകളൊന്നും പ്രവർത്തിക്കുന്നില്ല. കൊച്ചി മെട്രോ മാത്രമാണ് അത്യാവശ്യക്കാർക്ക് വേണ്ടി സർവീസ് നടത്തുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ, എല്ലാ ജില്ലകളിലും, ജില്ലാ ആസ്ഥാനങ്ങളിലും, മധ്യ കേരളത്തിലെ ജില്ലാ ആസ്ഥാനങ്ങളിലും അതോടൊപ്പം ഒട്ടുമിക്ക നിയോജകമണ്ഡല കേന്ദ്രങ്ങളിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗങ്ങളും നടന്നു. ശരത്ത്, ഇപ്പോൾ മധ്യ കേരളത്തെ സംബന്ധിച്ച് ഒരു പൊതുവിവരം നൽകിയത്.